ദുരന്ത ഭൂമിയിൽ നിന്ന് ഇടപ്പാടത്തിലേക്ക് എത്തുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച മനുഷ്യർ ഇപ്പോൾ എന്റെ മുന്നിലൂടെ കയറി പോകുന്ന ഇവർക്കൊക്കെ പലയിടങ്ങളിലായി പുഞ്ചിരിമട്ടം, ചൂരൽമല, ഇവിടെ നിന്നൊക്കെ സ്വന്തം വീട് നഷ്ടമായ മനുഷ്യരാണ്. അവർക്ക് പുതിയ വീടാവുകയാണ്. അതാണ് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യം. മിനിസ്റ്റർ, ഇപ്പോ വീട് നഷ്ടമായ ആളുകൾ അവരിപ്പോ വീട് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാലോ. നമുക്കപ്പോൾ മിനിസ്റ്റർ, അപ്പോൾ അവരിലേക്ക് പോകാം. ഈ വീട് കാണാനായി എത്തിയ ആളുകളാണ്. പുഞ്ചിരിമട്ടത്തു നിന്നുള്ളവരുണ്ട്, ചൂരൽമലയിൽ നിന്നുള്ളവരുണ്ട്. അവരൊക്കെയാണ് ഈ ചേച്ചിമാരൊക്കെ. നമ്മൾ നേരത്തെ കുറച്ചുപേരോടൊക്കെ സംസാരിച്ചില്ലേ, അവരുമായിട്ടൊക്കെ മന്ത്രി ഇപ്പോൾ ചോദിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ആളുകളുടെ കാര്യം ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് അട്ടമല കുണ്ടില് ബാധിച്ച അമ്മയുണ്ട്. നമ്മൾ പരിശോധിക്കും. സാർ ആദ്യം കയറിയായിരുന്നു. ഞങ്ങൾ പുഞ്ചിരിമട്ടത്തിലുള്ളതാണ്. ഞാൻ ദുരന്ത ബാധിതനാണ്. ഈ വീടിൽ ടൗൺഷിപ്പിൽ അർഹതപ്പെട്ട ആളാണ്. പക്ഷേ ഈ വീട് വന്ന് കണ്ടപ്പോഴേ സർക്കാരിൻ്റെ എല്ലാ നല്ല വീടല്ലേ, എനിക്കിഷ്ടമായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനെ ഇതേപോലത്തെ ഒരു വീട് കിട്ടാൻ അല്ലെങ്കിൽ കെട്ടാൻ ഞാനൊരു ആയുസിൽ എൻ്റെ പണിയെടുത്താൽ പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇനി ഒരു വീട് കെട്ടാൻ വേണ്ടി കഴിയില്ല. ഞാൻ വളരെ സന്തുഷ്ടനാണ്. അപ്പോൾ വീട് കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മന്ത്രിയോട് നന്ദി പറയുന്ന ആളുകളുണ്ട്. അതോടൊപ്പം പരാതികളൊക്കെ കേൾക്കുന്നത് എഴുതിയെടുക്കുകയാണോ? PRDയിൽ നിന്ന് പരാതികളൊക്കെ കേൾക്കുന്നത് എഴുതിയെടുക്കുന്നുണ്ട്. അതോടൊപ്പം വീട് കാണാനെത്തിയ ആളുകളുണ്ട്. അങ്ങനെ നേരത്തെ യോഗമൊക്കെ ഉണ്ടായിരുന്നു, അനുസ്മരണ യോഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആളുകൾ ഇപ്പോൾ വന്ന് വീടൊക്കെ കാണുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമായത് അവർക്ക് ഇതിനേക്കാൾ വലിയ വീടുകളായിരിക്കാം, അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങളായിരിക്കാം. ചേച്ചിമാര് കണ്ടോ, വീട് കണ്ടോ? ഇഷ്ടമായി. നമ്മുടെ വീട് എവിടെയായിരുന്നു നേരത്തെ? ചൂരൽമല സ്കൂളിന്റെ അടുത്തായിട്ട്, നമ്മുടെ വെള്ളാർമല സ്കൂളിന്റെ അടുത്തല്ലേ? അടുത്തായിട്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ എല്ലാവരും അടുത്തടുത്ത് താമസിച്ചിരുന്നവരാണോ? അതിൽ വളരെ സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഏരിയ, അതായത് ചൂരൽമല എന്ന് പറയുന്നത് മാഡത്തിന് അറിയുന്നതാണ്, നിങ്ങളൊക്കെ സന്ദർശിച്ച സ്ഥലമാണ്. ഏകദേശം ഒരു കുഗ്രാമമാണ്. 22 കിലോമീറ്ററോളം യാത്ര ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലിയോ ഹോസ്പിറ്റൽ, ഇവിടെ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഇത് ഞാനിപ്പോൾ നോക്കി, കൽപ്പറ്റ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് 1.2 കിലോമീറ്റർ, അതായത് 5 മിനിറ്റ് താഴെ മതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് അധ്വാനിച്ച് എസ്റ്റേറ്റിൽ അധ്വാനിച്ചുണ്ടാക്കിയിരുന്ന സമ്പാദ്യം മൊത്തം വെള്ളത്തിൽ ഒലിച്ചു പോയാൽ കൂടി ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഒരുക്കി തന്നതിൽ 100% ഗവൺമെന്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അർപ്പിക്കുക. ചേച്ചിക്ക് വീട് ഇഷ്ടമായോ? വീട് ഇഷ്ടമായി, നന്നായിട്ട് വീടായല്ലോ. ഇനി ഇതുപോലത്തെ ഒരു വീട്ടിൽ നമ്മൾ കയറി കൂടും ജനുവരി ആവുമ്പോൾ. സന്തോഷമായി. പെട്ടെന്ന് വേണമെന്നാണ് മാഡം. കാരണം നമ്മളിപ്പോൾ വാടകയ്ക്ക് കിട്ടുന്നുണ്ടോ? വാടകയില നമ്മൾ ഗവൺമെന്റ് ക്വാർട്ടേഴ്സാണ്, PWD ക്വാർട്ടേഴ്സാണ്. പക്ഷെ അത് സൗകര്യമില്ലാത്തൊരു വീടാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് വീടാവണം എന്നാണ് നമ്മളെ അപേക്ഷ. വീട് ഒത്തിരി ഇഷ്ടമായി. നേരത്തെ താമസിച്ചിരുന്ന പുഞ്ചിരിമട്ടം എവിടെയാ? ചൂരൽമലയാണോ? ചൂരൽമല സ്കൂളിലാണ്. അപ്പൊ വെള്ളാർമല ആ സ്കൂളിന്റെ ഭാഗത്ത് താമസിച്ചിരുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവർക്കും. അപ്പൊ അടുത്തടുത്തൊക്കെ വീട് കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ ജീവിക്കാലോ. സന്തോഷമാണ്. സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വേണമെന്ന്? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയൽക്കാരായിരുന്നോ രണ്ടാളും? അയൽവാസിയാണ്. ഇവര് നമ്മളൊക്കെ അടുത്തടുത്തായിരുന്നു. അടുത്തടുത്താ താമസിച്ചത്? അടുത്തുള്ളവരാണ്. വീട് ഇഷ്ടമായോ? ഓ, അടിപൊളി. അപ്പൊ ഇതുപോലത്തെ വീട് ജനുവരി ആകുമ്പോഴത്തേക്ക് ആവുന്നാ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. നന്നായിട്ട്. അതും കൂടി പറഞ്ഞോട്ടെ, ഇപ്പൊ ശരിക്കും നമുക്കിപ്പോൾ ഈ മാതൃകാ വീടിന്റെ സമയപരിധി ഏകദേശം 3 മാസത്തോളം കാലമായി. ഇനി 400ഓളം വീടുകൾ ഇപ്പോൾ ഈ പറഞ്ഞ ഡിസംബർ 31 മന്ത്രി പറഞ്ഞിരുന്നത്. ആ കാലപരിധിക്കുള്ളിൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രം ഞങ്ങൾ മുമ്പിൽ. അത് നമുക്ക് മന്ത്രിയോട് നേരിട്ട് ചോദിക്കാം. മന്ത്രിയോട് ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴത്തേക്കും മന്ത്രി പറഞ്ഞത് അത് 3 മാസം കൊണ്ട് പണി തീർക്കും. ഒരാളെങ്കിൽ അവരും പറഞ്ഞത് പണി തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ പണി തീരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക അടിസ്ഥാനമുള്ള ഒരു ആശങ്കയുമാണ്. ആശങ്ക തീരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കളക്ടർ നമുക്ക് പോകേണ്ട കളക്ടർ ഇവർ വില്ലേജ് റോഡ് ഭാഗത്ത്, അതായത് ചൂരൽമല ഭാഗത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് വീട് പണി അടുത്ത 3 മാസം കൊണ്ട് തീരുമോ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കയറി കൂടണം, അതാണ് പറയുന്നത്. അതാണ് ഡിസംബർ, ഇപ്പോൾ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞല്ലേ, ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് 410 വീടുകളും കംപ്ലീറ്റ് ആക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് വീട്. ദെൻ എല്ലാവരും വന്നിട്ട് നോക്കാറുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ട് ദേ ആർ ലൈക്ക് വാച്ചിങ് എവറി സ്റ്റെപ്പ് ആൻഡ് അവരെല്ലാവരും ഹാപ്പിയാണ്. അതോടൊപ്പം ഇവർക്ക് ഈ 2 ചേച്ചിമാർ അവർ അടുത്തടുത്ത് താമസിക്കുന്നവരായിരുന്നു അവിടെ സ്കൂളിന്റെ പിൻവശത്ത്. അപ്പോൾ ഇവിടെ അടുത്തടുത്ത് വീട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നോക്കാം, അതും കൂടി പരിഗണിക്കാം. അപ്പോൾ അത് പരിഗണിക്കാതെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷമായല്ലോ. അതോടൊപ്പം ഈ കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെയുള്ള ആശങ്കകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെല്ലാം വരുന്നുണ്ടായിരുന്നു അല്ലേ? സ്റ്റാർട്ടിങ് മുതലേ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെയും കൂടെ ആളുകൾ വന്ന് കണ്ടിട്ട് എല്ലാവരും ഹാപ്പിയാണെന്നാണ് മനസ്സിലായത്. നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് പെയിന്റിങ് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഫിനിഷിംഗ് ടച്ച് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചില എഡ്ജിൽ ഈ ഡോറിൻ്റെ ഇതൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ.
to hear back. ഇതിപ്പോ ഈ വാതിലിന്റെ ഒക്കെ ഇതാണ് അവസാനം. ഇതാണ് ഞങ്ങളുടെ ഔട്ട്പുട്ട് വരുന്നത്. ഈ വെതർ കണ്ടീഷൻ മുന്നിലൊരു പുൽത്തകിടിയൊക്കെ ഉണ്ട്. ലോൺ ഉണ്ടോ? ഇവിടെ ഇന്റർലോക്ക് ചെയ്തുവല്ലോ, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ എലിവേഷൻ നോക്കണ്ട, ഈ കാണുന്ന കളർ തീം ഇതാണ് വരുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഈ മഴയുടെ കാരണം കൊണ്ടാണ് നമുക്കിപ്പം ഈ കാണുന്ന തീം കൊണ്ടുവരാൻ പറ്റാത്തത്. ഒരു നല്ലൊരു കാലാവസ്ഥ കിട്ടിക്കഴിഞ്ഞ ഉടനെ ഈ ഔട്ട് സൈഡ് പെയിന്റ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പുറത്തുള്ള അതായത് ഇപ്പോൾ ഉരളങ്കൽ സൊസൈറ്റി അവർ നിർമ്മിക്കുന്ന ഗ്രൂപ്പ് തന്നെ പറയുന്നത് ചുറ്റുപാടുമൊക്കെ നന്നാക്കി എല്ലാം റെഡിയാക്കുമെന്നാണ്.